ഹലോ എക്സാമിനർ SSLC ഫാമിലി മക്കളെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ച ഒരു ജൂൾസ് ലോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പരീക്ഷയിൽ വരാൻ പോകുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. നമ്പേഴ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഇതിനെ പ്രോബ്ലംസ് എന്ന് വിളിക്കാം, ന്യൂമറിക്കൽസ് എന്ന് വിളിക്കാം, ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കാം, എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ഈ സാധനം പരീക്ഷയിൽ വരും. അത് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഞാൻ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓൾസോ നിങ്ങൾക്ക് കംപ്ലീറ്റ് കണ്ടന്റ് വേണമെങ്കിൽ, അതായത് ഫുൾ A+ എന്ന് പറഞ്ഞൊരു ഡ്രീമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, സാർ എനിക്ക് അത് ഉണ്ട് എന്നുള്ള കാര്യം. അതിലേക്ക് എത്തണേ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്താൽ പോരാ, നിങ്ങൾ കുറച്ച് വീഡിയോസ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും പഠിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ആ ഒരു ഫുൾ A+ എന്ന് പറഞ്ഞ ഡ്രീമിലേക്ക് നിങ്ങൾക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ എക്സാമൊക്കെ കുറച്ചും ടഫ് ആക്കാനും കുറച്ചും കൂടിയൊക്കെ ടൈറ്റ് ആക്കാനും ഫുൾ A+ കിട്ടുന്നത് അത്ര ഈസി ആക്കാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ചാൻസ്. സോ നന്നായിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ നന്നായിട്ട് പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ SSLC ലക്ഷ്യ ബാച്ചിൽ കംപ്ലീറ്റ് കണ്ടന്റ് യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന അതേ ടീച്ചേഴ്സ്. ഫിസിക്സിൽ ഞാൻ തന്നെ, അതുപോലെ ബയോളജിയിൽ അർച്ചന മിസ്, മാത്സിൽ അലൻ സാറ്, കെമിസ്ട്രിയിൽ അതുല്യ മിസ്, ഇവരുടെ ക്ലാസ് നിങ്ങൾക്ക് ആപ്പിൽ വേണമെങ്കിൽ കംപ്ലീറ്റ് കണ്ടന്റ് വേണമെങ്കിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല, നന്നായിട്ട് ആ കണ്ടന്റൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. താഴെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽ ഫീസ് എത്രയാണ് നമുക്ക് 6,000. എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡഡ് ആണ്, ഇൻക്ലൂഡിങ് സോഷ്യൽ, ഹിന്ദി, ബാക്കിയുള്ള ലാംഗ്വേജ് എല്ലാം. ക്ലിയർ ആണല്ലോ? കൂടുതലൊന്നും പറയുന്നില്ല, ടോപ്പിക്കിലേക്ക് കിടക്കാം. മക്കളെ, ഇങ്ങനത്തെ ക്വസ്റ്റൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആകെ ഒരൊറ്റ സെറ്റ് ഓഫ് ഇക്വേഷൻ ആവശ്യമുള്ളൂ. ആ ഇക്വേഷൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ, ജൂൾസ് ലോന്റെ വീഡിയോ കാണാത്തവരാണ് താഴെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, കാണുക. ഓക്കെ, ഹീറ്റ് ഇസ് ഈക്വൽ ടു I² RT ആണ് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ V²/R × T ആണ്. മൂന്നാമത്തെ ഇക്വേഷൻ VIT ആണ്. 3 ഇക്വേഷനും ബൈഹാർട്ട് ആക്കുക എന്നുള്ള പരിപാടിയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് ബൈഹാർട്ട് ആക്കണമെങ്കിൽ 1-2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നോക്കിക്കൊണ്ടിരിക്കാം, എന്നിട്ട് എന്താണ് വായിച്ചുകൊണ്ട് ബൈഹാർട്ട് ആക്കുക. രണ്ടാമത്തെ രീതി ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നെ ഏതെങ്കിലും ഗൈഡോ അല്ലെങ്കിൽ എക്സാമിനർ സ്റ്റഡി മെറ്റീരിയൽ അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്ലാസ്സിൽ ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരാണ്, അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തലയിലേക്ക് കയറ്റാൻ പറ്റും. അല്ലെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ചെയ്യുക, രണ്ടും ഉപയോഗിക്കുക, രണ്ടും മെത്തേഡ് ഉപയോഗിക്കുക. രണ്ടും ഉപയോഗിച്ചാൽ ഈസി ആയിട്ട് തലയിൽ കയറും, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ബൈഹാർട്ട് ആക്കുക ആണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്ത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. ആദ്യം ഈ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ഹീറ്റ് ഡെവലപ്ഡ് ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 200 Ω when 3 ആംപിയർ ഇറ്റ് വേണ്ട when 3 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ് ഫോർ 2 മിനിറ്റ്. 200 Ω പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 3 ആംപിയർ വൈദ്യുതി 2 മിനിറ്റ് സമയം പ്രയോഗിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് എത്രയായിരിക്കും? എന്താണ് ഈ പറയുന്നത്? ഒന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ നോക്കാം. മക്കളെ, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് ഉണ്ട്. എത്രയാണ്? 200 Ω ആണ്. 200 Ω ആണ് അതിൻ്റെ അളവ്. അതിലൂടെ 3 ആംപിയർ കറണ്ട് പോകുന്നുണ്ട്. ഓക്കെ, 3 ആംപിയർ കറണ്ട് ആ ഒരു ചാലകത്തിലൂടെ അല്ലെ റെസിസ്റ്റൻസിലൂടെ പോകുന്നുണ്ട്. എത്ര നേരം പോകുന്നുണ്ട്? 2 മിനിറ്റേ പോകുന്നുള്ളൂ. അത് കഴിയുമ്പോൾ കറണ്ട് നിൽക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ജൂൾസ് ലോയിൽ. ഒരു ചാലകത്തിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററിലൂടെ, കണ്ടക്ടറും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഒരു സാധനം തന്നെയാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഒരു മെറ്റലിൻ്റെ കഷ്ണമായിരിക്കും അല്ലെങ്കിൽ കോപ്പറിൻ്റെ കഷ്ണമായിരിക്കും, അത് അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ നിങ്ങളൊരു ചാലകത്തിലൂടെ ഒരു കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ ആ ചാലകത്തിൽ എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. കോമൺ എക്സ്പീരിയൻസ് ആണ്. എന്ത് സാധനത്തിലൂടെ നിങ്ങൾ കുറേ നേരം കറണ്ട് കടത്തിയാൽ ഇവിടെ ഹീറ്റ് ഉണ്ടാവും. ഫോൺ ചാർജറിൽ ഹീറ്റ് ഉണ്ടാവും, ഫോണിൽ ഹീറ്റ് ഉണ്ടാവും, കമ്പ്യൂട്ടറിൽ ഹീറ്റ് ഉണ്ടാവും, ലാപ്ടോപ്പിൽ ഹീറ്റ് ഉണ്ടാവും. അതൊന്നുകൊണ്ടാണ് കറണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ട്. കറണ്ട് ഓഫ് ആക്കിക്കോ, ഹീറ്റ് ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പോൾ അവിടെ എന്തുണ്ടാവും മക്കളെ? താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഓക്കെ, ഹീറ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുന്ന എത്ര ഹീറ്റ് ഉണ്ടാവും? 10 ജൂളാണോ, 100 ജൂളാണോ, 1000 ജൂളാണോ, 2000 ജൂളാണോ? അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും നമുക്കറിയാം. ഏതാണ് ഫോർമുല? 3 ഫോർമുല അറിയാം. നമ്മൾ 3 ഫോർമുലയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാ 1, 2, 3. 3 അറിയാം. ഇനി ഏത് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെ തന്നു എന്ന് നിങ്ങൾ എഴുതി വെക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മക്കളെ? ആ സൈഡിൽ എഴുതി വെക്കുക. കറണ്ട് തന്നിട്ടുണ്ടോ? കറണ്ട് എന്ന് പറഞ്ഞാൽ I ആണ്. 3 ആംപിയർ തന്നിട്ടുണ്ട് സർ. ഓക്കെ, പ്രതിരോധം തന്നിട്ടുണ്ടോ? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? യെസ്, അതും തന്നിട്ടുണ്ട്. 200 Ω ആണ്, അതും തന്നിട്ടുണ്ട്. സമയം തന്നിട്ടുണ്ടോ? ടി എന്ന് പറഞ്ഞാൽ സമയമാണ്, ടൈം. അത് 2 മിനിറ്റ്. മക്കളെ, നിങ്ങൾ പഠിച്ചു വെക്കുക, ടൈമിൻ്റെ SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? മിനിറ്റ് അല്ല, അവറും അല്ല, സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഈ മിനിറ്റിൽ തന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യുക? ഒന്നുമില്ല, 2 മിനിറ്റ് അല്ലേ, മിനിറ്റിനെ സെക്കൻഡ്സിലേക്കാക്കാൻ നിങ്ങൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടിയത്? 6 × 2 12, പിന്നെ 0, 120 സെക്കൻഡ്. അതിൻ്റെ ലോജിക്ക് എന്താണ്? ഇവിടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ? 1 മിനിറ്റ് 60 സെക്കൻഡ് അല്ലേ? അപ്പോൾ 2 മിനിറ്റ് 2 × 60 സെക്കൻഡ്, 3 മിനിറ്റ് 3 × 60 സെക്കൻഡ്, 4 മിനിറ്റ് 4 × 60 സെക്കൻഡ്, 5 മിനിറ്റ് 5 × 60 സെക്കൻഡ്. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മിനിറ്റിനെ സെക്കൻഡ്സ് ആക്കാൻ പറ്റും. അത് ചെയ്യണം. ഇത് 3 എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുക, Iയും Rഉം Tയും വരുന്ന ഫോർമുല ഏതാ? Iയും Rഉം Tയും വരുന്ന ഫോർമുല ഇതാണോ? അല്ല, ഇത് Vയും Rഉം T ആണ്. ഇതെന്താ? ഇത് Vയും Iയും T ആണ്. Iയും Rഉം Tയും വരുന്ന ഫോർമുല ഫസ്റ്റ് ഫോർമുല തന്നെ.
അപ്പോൾ അതന്നെ ഉപയോഗിക്കുക, പരിപാടി തീർക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ H = നമുക്ക് വേണ്ട ഫോർമുല എന്താ? I²RT. കഴിഞ്ഞ Iയും RT നമുക്ക് തന്നിട്ടുള്ളത്. അത് ഉപയോഗിച്ചുള്ള ഫോർമുല ഉപയോഗിക്കുക, പരിപാടി തീർക്കുക. I എത്രയാണ്? 3. 3ന്റെ സ്ക്വയർ എടുക്കണം. Iൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 3ന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് 200, ടൈം 2 മിനിറ്റ് എന്ന് അവർ പറഞ്ഞു. പക്ഷേ 2 അല്ല ടൈം, 120 സെക്കൻഡാണ്. അപ്പോൾ 120 സെക്കൻഡ് കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുക. സാർ എന്തിനാ കാൽക്കുലേറ്ററിൽ ചെയ്യുന്നത്? അല്ലാണ്ടല്ല ചെയ്യേണ്ടത്, അല്ലാണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാണ്ട് എങ്ങനെയാണ് സാർ ചെയ്യാം? ഈ 0 മാറ്റി വെക്കുക, 3 0 അവസാനം ഇട്ട് കൊടുത്താൽ മതി. 3 0 അവസാനത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് 9 അല്ലേ, 9 × 2 × 12 ചെയ്യാം. വാട്ട് എവർ ഇസ് ദി ആൻസർ അത്രേ ഉള്ളൂ. 9 × 2 × 12, 9 × 2 18, 18 × 12 ചെയ്യാം. വാട്ട് എവർ ദി ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അത് വെരിഫൈ ചെയ്യുക. അത് വേറെ കാര്യം, നിങ്ങളുടെ പണിയാണ്. 3 0 എന്തായാലും ഉണ്ടാകും, കാരണം ഈ 3 പിന്നെ ആ നമ്പറും വാട്ട് എവർ ദി നമ്പേഴ്സ് 2161 വാട്ട് എവർ. അത് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, കറക്റ്റ് എനിക്ക് ചെയ്ത് കിട്ടുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാം. എത്രയാണ് അതിൻ്റെ യൂണിറ്റ് വരെ? ജൂൾ. ഹീറ്റിൻ്റെ യൂണിറ്റ് എഴുതാം. പരീക്ഷയിൽ നിങ്ങളിതാ വാട്ട് എവർ ആൻസർ എഴുതി വെച്ചിട്ട് ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പരീക്ഷയിൽ 4 മാർക്ക് ടീച്ചർ കട്ടി. കാരണം ടീച്ചർ പറയും ഹീറ്റ് = എന്തോ നമ്പർ പറഞ്ഞു, യൂണിറ്റ് എഴുതിയില്ല. അപ്പോൾ യൂണിറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ജൂളാണ് ഹീറ്റിൻ്റെ യൂണിറ്റ്. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ട പണി. ഓക്കെ സാർ, ഇത് ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ, വേറെ രീതിയൊന്നും ഇല്ല ചോദിക്കുന്നത്. വേറെ രീതി കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റൻ ട്രൈ ചെയ്ത് നോക്കിക്കും. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് ഇത്ര കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് ഇത്ര ഫോർ 5 മിനിറ്റ്? സിമിലർ ചോദ്യമാണ്. ട്രൈ ചെയ്ത് നോക്കിക്കുക. ഫുൾ ക്വസ്റ്റൻ ഞാൻ ചെയ്യുന്നില്ല. തന്നിരിക്കുന്ന ആരെങ്കിലും എഴുതി വെച്ചേ. കറണ്ട് എത്രയാണ് മക്കളെ? 0.2 ആംപിയർ. യൂണിറ്റ് എഴുതിക്കോ. റെസിസ്റ്റൻസ് പ്രതിരോധം എത്രയാണ് മക്കളെ? 200 ഓം. ടൈം എത്രയാണ്? 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 × 60 സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് 300 സെക്കൻഡ്. 3 കൂടി ചെയ്യാം. H = ഫോർമുല എന്താണ് ഇട്ട് കൊടുക്കുക? I²RT. I എന്ന് പറഞ്ഞാൽ 0.2 അതിൻ്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് എത്ര? 200 ഇൻറ്റു ടൈം എത്രയാണ്? 300 ചെയ്യാം. ശ്രദ്ധിക്കണം, 0.2 × 0.2 അതാണ് 0.2 സ്ക്വയർ. അത് ചെയ്ത് എത്ര കിട്ടുക? 0.04 ആണ് കിട്ടുക. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ ലൈവ് പോകുന്നുണ്ട് ഒരു സീരീസ് ബേസിക് മാത്സ്. അതിൽ ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ മേഘാമിസ് പഠിപ്പിക്കും. ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ പഠിപ്പിക്കും. അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫിസിക്സിൽ മാത്രമല്ല, കെമിസ്ട്രിയിൽ ഇത് കയറി വരും, മാത്സിലും കയറി വരും. അപ്പോൾ എനിക്ക് അറിയില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അറിയില്ലേ, പഠിക്കണം. പഠിക്കാനുണ്ട് ആരുണ്ട്? എക്സാമിനർ ഉണ്ട്. നോക്കുക. ഓക്കെ, ഇൻറ്റു 200 × 300 വാട്ട് എവർ ദി ആൻസർ കമൻറ്റ് ചെയ്യുക. എത്രയോ ജൂൾസ് ആണ് വരിക, എത്ര ജൂൾസ് ആണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ പണിയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ചോദ്യം വരിക. ഇനി ഇത് കറണ്ടും റെസിസ്റ്റൻസും ടൈമും അല്ലാതെ തരാലോ, അങ്ങനെയും ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇത് വായിച്ചു നോക്കിക്കുക. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിക്കുക. ക്വസ്റ്റൻ ഒന്നും ഞാൻ വായിക്കാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ പണിയാണ്. നിങ്ങളുടെ പണി നിങ്ങൾ ചെയ്യണം, എൻ്റെ പണി ഞാൻ ചെയ്യുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു. എന്താണ് പറയുന്നത്? ഒരു സാധനത്തിന് 230 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. 5 മിനിറ്റിനേക്ക് നേരത്തേക്കാണ് വോൾട്ടേജ് കിട്ടുന്നത്. അവൻ്റെ റെസിസ്റ്റൻസ് പ്രതിരോധം 460 ആണ്. അങ്ങനെയാണ് ചോദ്യം എത്ര ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ പവറും ചോദിക്കുന്നത്. പവർ ഞാൻ പിന്നെ പറഞ്ഞാൽ അത് ഹീറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ അത് സൈഡിൽ സാധനങ്ങൾ എഴുതി വെക്ക്. എന്തൊക്കെ തന്നിട്ടുണ്ട്? വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ടാണ്. ഓക്കെ, ശരി. റെസിസ്റ്റൻസ് എത്രയാണ്? പ്രതിരോധം 460 ഓം ആണ്. എത്രയാണ് സമയം? 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 5 ആണോ സമയം? അല്ല, സെക്കൻഡ്സിൽ 5 മിനിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ്സിലേക്ക് മാറ്റണം. ഇനി 5 സെക്കൻഡ്സ് എന്നാണ് പറഞ്ഞെങ്കിൽ നിങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അത് 5 സെക്കൻഡ്സ് എഴുതി വെച്ചാൽ മതി. എപ്പോഴും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചാടിക്കറി. 5 മിനിറ്റിന് സെക്കൻഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5 സെക്കൻഡ്സ് തന്നെ 5 തന്നെ എഴുതി വെക്കണം. വേറെ കാര്യം. ഇൻറ്റു 60 ചെയ്താൽ 300 കിട്ടും. ഓക്കെ, ഇതുവരെ ഓക്കെയാണ്. 300 സെക്കൻഡ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് I²RT ഫോർമുല ഉപയോഗിച്ചാൽ ഇവിടെ കാര്യം നടക്കില്ല. കാരണം വിയും ആറും ടി ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വിയും ആറും ടിയും ഉള്ള ഹീറ്റിൻ്റെ ഫോർമുല തപ്പി പിടിച്ച് ഉപയോഗിക്കുക. അപ്പോൾ അതിന് ബൈഹാർട്ട് പഠിച്ചു വെക്കണത്. ഓരോ പ്രാവശ്യം ഇങ്ങനെ ഫോർമുല എഴുതി വെച്ച് പരിപാടി നടക്കില്ല. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലായി, ഇതിലും VRT ഇല്ല, ഇതിൽ VRT ഇല്ല, ഇതിലാണ് വിയും ആറും ടി ഉള്ളത്. അപ്പോൾ ആ ഫോർമുല ഉപയോഗിച്ച് പരിപാടി തീർക്കുക. പരിപാടി തീർത്തോ. അത് നിങ്ങളുടെ പണി. H = V² / R × T. V² എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, എന്താണ് മക്കളെ? 230ൻ്റെ സ്ക്വയർ ആണ്. 230ൻ്റെ സ്ക്വയറിനെങ്കിൽ 230 സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് 230ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 230 × 230 അല്ലേ, അങ്ങനെ എഴുതാം. ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 460 ഇൻറ്റു ടൈം എത്രയാണ് മക്കളെ? 300. എന്തിനാണ് സാർ 230ൻ്റെ സ്ക്വയർ 230 ഇൻറ്റു 230 ചെയ്തത്? അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കട്ട് ചെയ്യാൻ പറ്റും ഈ സാധനത്തിന്. ഈ 230നെ 460 കട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? 23ന് ഡബിൾ ആണ് 46. അപ്പോൾ 230 ഡബിൾ ആയിരിക്കും 460. അപ്പോൾ ഇതിനെ 1 എന്ന് എഴുതാം, അതിന് 2 എന്ന് എഴുതാം. അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. പരീക്ഷയിലും മിക്ക ചോദ്യങ്ങൾക്കും ഈ സ്ക്വയറൊക്കെ ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ച് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യണം നിങ്ങൾ ചിന്തിക്കണം.
ഒന്നെങ്കിൽ ഡബിൾ ആയിരിക്കും, അല്ലെ ട്രിപ്പിൾ ആയിരിക്കും, അല്ലെ 4 ടൈംസ് ആയിരിക്കും, അല്ലെ 5 ടൈംസ് ആയിരിക്കും, ചിലപ്പോൾ 6 ടൈംസ് ആയിരിക്കും. അതൊന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 230 × 230 ചെയ്ത് 460 ഡിവൈഡ് ചെയ്ത് ഇന്ന് 300 ചെയ്ത് വരുമ്പോഴത്തേക്ക് പരീക്ഷ തീരും. അപ്പോൾ കട്ട് ചെയ്ത് കളയാൻ പറ്റും നോക്കുക. ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും താഴെ കിടപ്പുള്ളത്. എന്തെങ്കിലും മൾട്ടിപ്പിൾ ചെയ്ത് അവിടെ കിട്ടും. × 2 ആവണമെന്നില്ല, × 3 × 4 × 5 whatever. ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലായി × 2 ആണിത്. അപ്പോൾ ആൻസർ എന്തായി? 230 ഡിവൈഡ് ബൈ 2 × 300. 230 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ അത്ര 115 കിട്ടും. 115 × 300 നിങ്ങൾ ചെയ്യുക. എങ്ങനെ ചെയ്യുക? 0 അവസാനം മാറ്റി നിർത്തുക. ഈ 115 × 3 ചെയ്യുക. വാട്ട് എവർ ഇസ് ദി ആൻസർ, അത്രയും ആയിരിക്കും ആൻസർ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ പണി. അത്രയും ജൂളാണ് ഹീറ്റ്. കിട്ടിയോ? അപ്പോൾ വി യു മാറും, ടി തന്നാലും വർക്ക് ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടില്ല. ഇനി പവർ ചോദിച്ചിട്ടുണ്ട്. സാർ എന്താ ഈ പവർ എന്ന് പറഞ്ഞാൽ എങ്ങനെ പവർ കണ്ടുപിടിക്കുക? മക്കളെ, പവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ ടൈം. പെർ സെക്കൻഡ് എത്ര ഹീറ്റ് എനർജി കിട്ടും, അല്ലെ പെർ സെക്കൻഡ് എത്ര എനർജി യൂസ് ചെയ്യും, അല്ലെ എനർജി ലഭിക്കും എന്നല്ലേ നമ്മൾ പവർ എന്ന് വിളിക്കാം. പവറിൻ്റെ യൂണിറ്റ് എന്താണ് മക്കളെ? വാട്ടാണ്. ഇറ്റ് ഈസ് ദി എനർജി കൺസ്യൂംഡ് പെർ യൂണിറ്റ് സെക്കൻഡ്, അല്ലെ പെർ ടൈം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോർമുല എങ്ങനെയാണ് സാർ കിട്ടുക? എടോ, ഹീറ്റിൻ്റെ ഫോർമുല ഇല്ലേ, ആ ഹീറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത പവർ കിട്ടും. അപ്പോൾ ഓരോ ഹീറ്റിൻ്റെ ഫോർമുലിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൈം പോയി, ടൈം കൊണ്ട് ഡിവൈഡ് ടൈം പോയി, ഓരോന്നിനും ടൈം കൊണ്ട് ഡിവൈഡ് ടൈം പോയില്ലേ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻസ് എന്താണ്? ഹീറ്റിൻ്റെ അതേ ഇക്വേഷൻ ടൈമിനെ ഡിവൈഡ് ചെയ്താളാ I²R, ടൈമിനെ ഡിവൈഡ് ചെയ്താളാ V²/R, ടൈമിനെ ഡിവൈഡ് ചെയ്താളാ VI. പവറിൻ്റെ ഫോർമുല അപ്പോൾ ഒന്നുമില്ല, ഹീറ്റിൻ്റെ ഫോർമുലയാണ്. വിത്തൗട്ട് ടൈം ഇല്ലാണ്ട് ഹീറ്റിൻ്റെ ഫോർമുല എഴുതിയാൽ അത് പവറിൻ്റെ ഫോർമുലയായി. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ പറ, ഇവിടെ പവർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്ത് ഉപയോഗിച്ചാൽ മതി? V²/R, VOR ഉണ്ടല്ലോ, V²/R ഉപയോഗിച്ച് പരിപാടി തീർത്താൽ പോരെ? മതിയല്ലോ സാർ, മതി, പരിപാടി തീർക്കുക. പവർ ഇസ് ഈക്വൽ ടു V²/R. വി എന്തായിരുന്നു? 230. അപ്പോൾ 230 സ്ക്വയർ 230 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 460 ആണ്. ഇത് രണ്ടും കട്ടിത്താൽ 2, 230/2 115. പവറിൻ്റെ യൂണിറ്റ് വേണം. എന്താ ഞാൻ പറഞ്ഞത്? പവറിൻ്റെ യൂണിറ്റ് വാട്ട് എന്നാണ്, W ആണ് അതിൻ്റെ സിമ്പിൾ. 115 വാട്ടാണ് ഈ ബൾബോ ഹീറ്ററോ എന്തോ സാധനമല്ലേ, എന്തോ സാധനം, ഹീറ്റ് ജനറേറ്റഡ് ഡിവൈസ്, ആ ഡിവൈസിൻ്റെ പവർ. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിൽ ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് പബ്ലിക് എക്സാമിന് ചോദിക്കും, ക്രിസ്മസ് എക്സാമിനും ഓണപരീക്ഷയിലും നിങ്ങളുടെ സ്കൂളിലെ പരീക്ഷയിൽ എന്തായാലും ഇതുപോലത്തെ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഒരു ചോദ്യം കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയി ഞാൻ തരാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ആൻസർ കമൻറ്റ് ഇടണം. ഒരു സാധനത്തിന് 230 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അതുമൂലം വോൾട്ടേജ് മൂലം കറണ്ട് ഉണ്ടാവുമല്ലോ, കറണ്ട് ഉണ്ടാവും. എത്ര കറണ്ടാണ് ഒഴുകുന്നത്? അതിലൂടെ 2 ആംപിയർ കറണ്ടാണ് ആ വയറിലൂടെ ഒഴുകുന്നത്. എത്ര സമയത്തേക്ക് ഒഴുകുന്നു മക്കളെ? 10 സെക്കൻഡ് സമയത്തേക്ക് ഒഴുകുക. അങ്ങനെയാണ് ചോദ്യം വാട്ട് ഈസ് ഹീറ്റ്. രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പവർ ഓഫ് ദിസ് ഡിവൈസ്. രണ്ടെണ്ണം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണ് മക്കളെ. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഒക്കെ ചെയ്യുക. ഓൾസോ ഇതുപോലത്തെ കംപ്ലീറ്റ് കണ്ടന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്ഷ്യ ബാച്ചിൽ ഞാൻ എപ്പോഴും ഉണ്ടാവും. ഞാൻ മാത്രമല്ല, അലൻ സാറും അതുല്യ മിസ്സും അർച്ചന മിസ്സും നമ്മുടെ ഹോൾ ടീം ഹരി സാറും എല്ലാവരും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഓൾറെഡി റെഡിയാണ്. ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക, പ്രോപ്പറായി പഠിക്കുക. ഫുൾ A+ എന്ന് പറഞ്ഞാൽ ആ ഡ്രീമിലേക്ക് നിങ്ങൾ എത്തുക. അത്ര മാത്രമേ പറയാനുള്ളൂ മക്കളെ. ബൈ ആൻഡ് ടേക്ക് കെയർ.